വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് എങ്ങനെയാണ്? ഏറ്റവും വലിയ കച്ചറ പ്രതിപക്ഷ നേതാവ് ഉണ്ടായപ്പോൾ നിയമസഭയുടെ ഇത് അന്തസ്സിനെ കളഞ്ഞ ആളാണ് വി.ഡി. സതീശൻ. പുതിയ ഇനി വേറൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായി വരാനും ഇല്ലയെന്ന് തോന്നുന്നു കോൺഗ്രസ്സിൽ. അദ്ദേഹം എനിക്കിപ്പം പറ്റി ഒന്നും വലിയ പിടിപാടില്ല, എന്നാലും കുഴപ്പമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ല നേതാവാണ്, നല്ല പ്രതിപക്ഷ നേതാവാണ്. നല്ലൊരു പ്രതിപക്ഷം. പ്രതിപക്ഷത്തിരുന്ന് ശക്തമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒന്നിനും ഇടപെടാത്ത ഒരാളാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടക്കുവാണ്. കോൺഗ്രസ് തന്നെ ഇപ്പോൾ 6 മുഖ്യമന്ത്രിമാരല്ലേ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് ഭരണം 100 സീറ്റ് ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 6 മുഖ്യമന്ത്രിമാരാണ്. തമ്മിൽ തല്ലും അവർ BJP ഉള്ളവരും അത്രയേ ഉള്ളൂ. അവർ കോൺഗ്രസ് തമ്മിൽ എപ്പോഴും തമ്മിലടിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് വി.ഡി. സതീശൻ പിന്നെ ഒരു കൃത്യമായ നിലപാട് അയാളൊന്നും എടുക്കുന്നില്ലല്ലോ. UDF വരണമെന്നാണ് ആഗ്രഹം. പക്ഷേ വി.ഡി. സതീശൻ അത്ര പെർഫെക്റ്റ് അല്ല, സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഇല്ല. കാരണം പൊതുവായ പാർട്ടിക്കുള്ളിലെ പല വിഷയങ്ങൾക്കും അദ്ദേഹം ഒരു വേറെ നിലപാടാണ് എടുക്കുന്നത്. ഗ്രൂപ്പിൽ കിടക്കല്ലേ അതും പറയാൻ പറ്റില്ല. അത് അങ്ങനെ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. ഇല്ല. വലിയ മോശമെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. പിന്നെ പുള്ളിയായിട്ട് നമുക്ക് വലിയ ഇതൊന്നും വലിയ കുഴപ്പമില്ല. നല്ല ഭരണക്കാരൊക്കെ ആണല്ലോ എല്ലാവരും. നമ്മുടെ ആഗ്രഹം ഇനി ഭരണം വീണ്ടും വന്നാൽ മതി എന്നേ ഉള്ളൂ, വേറെ ആഗ്രഹമൊന്നുമില്ല. മുഖ്യമന്ത്രി ആവുന്ന എനിക്ക് അഭിപ്രായം ആണോ? വി.ഡി. സതീശൻ ഒട്ടും അഭിപ്രായമില്ല. ജനങ്ങൾ മൊത്തം ഇപ്പം വാർത്താമാധ്യമങ്ങളെല്ലാം പൊക്കിയടിക്കും. നമ്മളിപ്പം മൊത്തം യാത്ര ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ കേരളം മുഴുവൻ കിടക്കുന്നയാളാണ്. ഒരു ഈയിടെയായിട്ട് പുള്ളിയെ മാറ്റിയാലേ കോൺഗ്രസ് രക്ഷപ്പെടുമെന്നുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. സുധാകരനായിരുന്നപ്പം KPCC പ്രസിഡന്റ് പുള്ളിക്ക് ഇച്ചിരി പ്രായത്തിൻ്റെ കൂടുതൽ സംസാരത്തിന് ലക്കില്ലാത്ത വാക്കെല്ലാം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞാൽ പേര് കെ സുധാകരൻ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വെയിറ്റ് ഇല്ല. വി.ഡി. സതീശൻ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാണ്. വി.ഡി. സതീശൻ പല തീരുമാനങ്ങളും പാർട്ടീനെ ശക്തിപ്പെടുത്താനായിട്ട് ഒരുപാട് ഉതകുന്നുണ്ട്. വി.ഡി. സതീശൻ പല തീരുമാനങ്ങളും പിന്നീട് വരുന്നത് ശരിയാണെന്ന് പലർക്കും ബോധ്യപ്പെടാറുണ്ട്. അത് ചില കാര്യങ്ങൾക്ക് കൊള്ളാം. പിന്നെ പുള്ളി കണ്ടവൻ ഡയലോഗ് അടിച്ച് പുള്ളിയുടെ രീതി പാഴാക്കുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ കാര്യമായ രീതി പറയുന്നുണ്ട്, ചില വിഷയങ്ങൾക്കൊക്കെ വലിയ ഇത് പറയുന്നില്ല, തെറ്റായിട്ടാണ് പറയുന്നത്. വി.ഡി. സതീശൻ ആദ്യം നല്ല ഇമേജുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു, നല്ല അഭിപ്രായമുള്ളവനായിരുന്നു, നല്ല ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഒറ്റത്തന്തയ്ക്ക് പറക്കുന്ന വകുപ്പ് എന്ന് പറയുന്നില്ലേ, ഒറ്റത്തന്തയ്ക്ക് പറന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ഏത് കാര്യമാണെങ്കിലും ഇത് ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി തന്നെ ആയിരിക്കണം, പകലാകരുത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അവസാനം വരെ അത് പരാജയമാണെങ്കിലും ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും ശരി സ്റ്റേണായിട്ട് നിൽക്കാനുള്ള കഴിവ് വേണം. അത് പുള്ളിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പുള്ളി പല 1000 സംഭവങ്ങളുണ്ട് അവരെക്കുറിച്ച് പറയുന്ന. ആ സംഭവത്തിലെല്ലാം പുള്ളി ഒരു ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ പുള്ളി പറയുവാണെങ്കിലും പക്ഷേ അതിന് സ്റ്റേണായിട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം ഇല്ല പുള്ളി. നിലമ്പൂരൊക്കെ കാര്യമൊക്കെ പറയുമ്പോൾ അതൊക്കെ നിലപാടൊക്കെ നല്ലതല്ല. നിലപാടിന് 100% നല്ല കാര്യമാണ്. നിലമ്പൂർ സംഭവത്തിൽ 100% തൻ്റെ അടുത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും ഏറ്റവും ആദ്യം പുള്ളിയാണല്ലോ ശക്തമായിട്ട് കോൺഗ്രസിൽ എതിർത്ത പുള്ളിയായിരുന്നു. ആദ്യം എതിർത്തു. അതും കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ. ചില കാര്യങ്ങളിൽ എന്നാ പറഞ്ഞത്, ചില കാര്യങ്ങൾ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിലും സ്റ്റേണായിട്ട് നിൽക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇമേജ് കൂടുകയുള്ളൂ. വി.ഡി. സതീശൻ ഒരു കവല രാഷ്ട്രീയം മാതിരിയാണ്. വായി തോന്നുന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് VC ജോർജ്, അൻവർ, വി.ഡി. സതീശൻ ഇവർക്ക് ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. പറയേണ്ടതെന്താ പറയേണ്ടാത്തതെന്താ. വി.ഡി. സതീശൻ ഇപ്പം തന്നെ അതിനകത്ത് തന്നെ വി.ഡി. സതീശനെ മാറ്റണമെന്നും പറഞ്ഞ് 15 MLA-മാർ കേന്ദ്രത്തിനെ സമീപിച്ചിരിക്കുകയാണ്. അതാണ് വി.ഡി. സതീശൻ്റെ അവസ്ഥ. അപ്പം അവരുടെ ഇത് കോൺഗ്രസ് രക്ഷപ്പെടാത്തതിൻ്റെ ഒറ്റ കാരണം കോൺഗ്രസ് ഇന്ത്യയിൽ അത്യാവശ്യമാണ്. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അങ്ങനെയാണ്. പക്ഷേ അത് ജനാധിപത്യ മര്യാദകൾ മുഴുവൻ വിട്ട് അതേമാതിരിയുള്ള പ്രവർത്തനം ഗ്രൂപ്പിസമായിപ്പോയി. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി വേണമെന്നുണ്ടെങ്കിൽ 5 മുഖ്യമന്ത്രി വേണം. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയൊന്നും പോരാ. വി.ഡി. സതീശൻ, A.C. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എല്ലാവർക്കും മുഖ്യമന്ത്രിയാണ്. നടക്കുമോ? അവർ 4 എല്ലാം ഒരു ഗ്രൂപ്പിലാണ്. ഇവർ ഒത്തു നിന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് വിജയം ഉണ്ടായേനെ. ഒരു കോൺഗ്രസിൻ്റെ സംസ്ഥാനമാണ് കേരളം, അല്ലാണ്ട് വേറെ CPM-ൻ്റെ ഒന്നും അല്ല. 57 മുതൽ നമ്മൾ കേട്ടില്ലേ മാറി വന്നുകൊണ്ടിരുന്നത്. വീണ്ടും തുടർഭരണം എന്തുകൊണ്ടാണ് വന്നത്? ഭരണം നല്ലതായതുകൊണ്ടാണ്. ഇത് പാവപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്യുന്നവരെ അവരാണ് കണക്കാക്കുന്നത്. നേതാവ് ഇപ്പം നമ്മൾ ഈ സാധാരണ ലോക്കലിൽ കാണുന്ന ആൾക്കാർ ലോക്കൽ സംസാരിക്കുന്ന രീതിയിലുള്ള പ്രതിപക്ഷ നേതാവായിപ്പോയി. അതായത് ഒരു നേതാവിൻ്റെ ആർജവത്തോടെയല്ല സംസാരിക്കുന്നത്.
തീരെ തരം താഴ്ന്ന ആൾക്കാർ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയാണ് പുള്ളിയുടെ. പ്രത്യേകിച്ച് അറിയത്തില്ല പുള്ളിയെ പറ്റി. അങ്ങനെ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല താള. വി. സതീശൻ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായ ജോലിയൊന്നും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം കൃത്യമായ ജോലി പ്രതിപക്ഷ നേതാവിൻ്റെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ കോൺഗ്രസ് പാർട്ടി എന്നതിൻ്റെ രീതിക്ക് വരുമ്പോൾ ഈ തമ്മിൽ തല്ലും കാലുവാരിച്ചിലും വഴക്കുമൊക്കെ നോക്കുമ്പം അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും അത്ര ഒരു കൃത്യമായൊരു ജോലി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെപ്പറ്റി പറയണോ നമ്മൾ? കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന എന്തെങ്കിലും അദ്ദേഹം ചെയ്യുന്നുണ്ടോ? ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ്? കാരണം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മോശമായ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുക, അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ. രണ്ടാമത് ആ ഗവൺമെൻറ് കാണിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുക. കാരണം അതാണ് മുൻപ് പ്രതിപക്ഷം ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാണിച്ചിരുന്നത് അല്ലേ? കാരണം ബുള്ളറ്റ് ട്രെയിൻ എന്നൊരു സംവിധാനത്തിലേക്ക് അതിവേഗ ട്രെയിൻ വരുന്നതിനെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു പ്രപ്പോസ് മുമ്പോട്ട് വെച്ചപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും കൊടുത്താരാ? അല്ലേ? ഇടതുപക്ഷമാണ്. അന്ന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് ആര് പറഞ്ഞു? പിണറായി വിജയൻ അടക്കമുള്ളവർ പറഞ്ഞു. അന്ന് സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളത് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. VS അച്യുതാനന്ദൻ പറഞ്ഞു ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിൻ ആണെങ്കിൽ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു, കാരണം നാടിൻ്റെ ആവശ്യമാണ്. ഇതിപ്പം പറയുന്നത്, ഇവർ പറയുന്നത് എന്താ? അങ്ങനെ ഒരു സംവിധാനമേ വേണ്ട. അപ്പോൾ എന്ത് വന്നാലും ഇപ്പോൾ ഈയിടെ പിന്നെ പറയുന്ന ഞങ്ങൾ മലയോര ഹൈവേ എതിർക്കും, ഗെയിൽ പൈപ്പ് ലൈൻ എതിർക്കും, അതേപോലെ തുരങ്കപാത എതിർക്കും, എന്തെല്ലാം പെൻഷൻ എതിർക്കും, എന്തെല്ലാമാണെങ്കിലും ഞങ്ങൾ എതിർക്കും. ഈയിടെ ഈ സാധാരണക്കാരന് ഒരു കുടുംബത്തിൽ പ്രായമായ 60 വയസ്സിന് ശേഷം നിൽക്കുന്നവർക്ക് 600 രൂപ വെച്ച് 1600 രൂപ വെച്ച് 600 രൂപയിലിരുന്ന് 1600 രൂപ വെച്ച് ഇപ്പോൾ 600 രൂപ ഉണ്ടായിരുന്നത് 18 മാസം അത് കുടിശ്ശികയായി കിടന്ന് LDF ഗവൺമെൻറ് വന്നത് തീർത്തു കൊടുത്ത് ഘട്ടം ഘട്ടമായി 1600 രൂപയാക്കി ഇപ്പോൾ 2000-ലേക്ക് മാറുന്നു. അങ്ങനെ കിട്ടാൻ അത് കാത്തിരിക്കുന്നുണ്ട്. ഒരു മരുന്ന് വാങ്ങിക്കാൻ, എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും അത്യാവശ്യത്തിന് ആ ഒരു പെൻഷൻ പോലും ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പിന്നെ എന്താ പറയുക? ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ യാതൊരു റോളും ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു ഇതിന് മുമ്പിരുന്ന രമേശ് ചെന്നിത്തല. അദ്ദേഹം കുറച്ച് മോശമായ കാര്യങ്ങൾ പറയുകയാണെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹം ദുരന്തം ഉണ്ടായ സമയത്ത്. അപ്പോൾ അങ്ങനെ ഈ കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ വിഡിത്തം മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടും പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ ക്ലാരിറ്റിയും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് കേരളം കണ്ടിട്ടുണ്ടെങ്കിൽ അതേ VD സതീശൻ. 101 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകുന്ന പറയുന്നത്. അത് ചിലപ്പോൾ ആയേക്കാം. അതിന് സാധ്യത നല്ലതുപോലെ ഉണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യം കേരളം ആഗ്രഹിക്കുകയേ വേണ്ട. കാരണം പ്രതിപക്ഷം എന്ന് പറയുന്ന ഇപ്പം നിൽക്കുന്ന കോൺഗ്രസ്സിന് കുറച്ച് സീറ്റ് കിട്ടും, നമുക്ക് തർക്കമൊന്നുമില്ല. അതേപോലെ മുസ്ലിം ലീഗിനും കുറച്ച്. പിന്നെ ആരാണ് ഇവരുടെ കൂടെ സ്ട്രെയിനായിട്ട് നിന്ന് ഒന്ന് പിടിച്ചെടുക്കാൻ കഴിവുള്ളവർ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി UDFൻ്റെ കൂടെ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കേട്ടോ കേരളത്തിൽ. വിരലിലെണ്ണാവുന്ന എന്ന് പറയുന്നത് പോലെ ആയിപ്പോകും കോൺഗ്രസിൻ്റെ ഗതി. അപ്പം മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് ഒന്നിൽ കൂടുതൽ ഇനി 6ാമതൊരു മന്ത്രി ഒരു മന്ത്രിസഭർക്ക് ഉണ്ടാകുകയാണെങ്കിൽ 6ാമതൊരു മന്ത്രി കൂടെ ചോദിച്ചാൽ മുസ്ലിം ലീഗിന് കൊടുക്കും. കാരണം മുസ്ലിം ലീഗിനെ അവർക്ക് ആവശ്യമാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേറൊരു കുറച്ച് മതേതര സ്വഭാവമുള്ളത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അവരെടുക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. ഒരു ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ അവരെടുക്കുന്ന പല നിലപാടിനോടും. പക്ഷേ അവർക്ക് ചില മതേതര സ്വഭാവമുള്ളതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം കോൺഗ്രസ്സിന് നിൽക്കുന്നത്. അപ്പം 101 കാര്യം പറയണ്ടല്ലോ, 101 ബോർഡിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ മനസ്സിൽ പറയാം. അപ്പം നിങ്ങളോടോ എന്നോടൊക്കെ പറയാം 101 കേട്ടോ. പക്ഷേ ആ 101 അങ്ങനെ ഒരു കാര്യം ആലോചിക്കുകയേ വേണ്ട. കേരളത്തിലെ ജനത ഈ ഭരണത്തെ വീണ്ടും ആഗ്രഹിക്കുന്നു എന്ന് വേണം നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. കാരണം ജനതയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നില്ലാത്തതിനല്ലേ നമുക്കൊരു കാര്യം ഒരാൾ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ അടുത്ത ആളോട് പോകേണ്ട കാര്യമുള്ളൂ. ഒരു ആളിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നത് കിട്ടിയാൽ പിന്നെ അടുത്തതിനെ വേറെ തേടി പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് നിലനിർത്തുകയല്ലേ വേണ്ടത്. അപ്പോൾ അത് നിലനിർത്താൻ കേരളത്തിലെ ജനത തയ്യാറാകും എന്നുള്ളതാണ് ആ കാര്യത്തിന് പറയുന്നത്. നമുക്ക് അഭിപ്രായം കുറവാണ്. അത് പ്രതിപക്ഷ നേതാവല്ലേ, അവർ നിലപാട് അവർ സ്ഥിരീകരിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്ന് ഞാൻ വായിച്ചു പത്രത്തിൽ, അത് മിക്കവാറും അയാൾ പത്രത്തിൽ പോകും. അല്ലെങ്കിൽ തന്നെ അവരുടെ ഗ്രൂപ്പിസം കോൺഗ്രസ് ചിഹ്നമായി, അതുകൊണ്ട് അയാൾ പോകും, അത് തർക്കമില്ല. അപ്പോൾ ഇതൊരു കാരണം കൂടെ പറഞ്ഞാൽ പോകാൻ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വിടും തന്നെ, അതിന് മുമ്പേ പറയാൻ ഞാൻ എളുപ്പമുണ്ടല്ലോ. ഈ പ്രതിപക്ഷ നേതാവുള്ളതിൽ VD സതീശൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? VD സതീശൻ്റെ കുറേ ഈ പത്രക്കാർ, ഈ കേരളത്തിലുള്ള ചാനലുകാർ, ഇത് നിങ്ങളിടുവോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ ഇപ്പോൾ ചാനലുകാരും പത്രങ്ങളുമൊക്കെ ഭൂരിപക്ഷവും ജനാധിപത്യ പാർട്ടികളെ UDFന് അനുകൂലിക്കുന്നവരാണ്. മനോരമ ഉൾപ്പെടെ ഉള്ളവർ, അങ്ങനെ നല്ലൊരു വിഭാഗം.
അപ്പോൾ അതുകൊണ്ട് ആ ചാനലിൻ്റെയും പത്രത്തിൻ്റെയും ഒരു ഇതിലാണ് അവരുടെ നിലനിൽപ്പ്. അതിപ്പോൾ ജനം ഓരോ ഇലക്ഷൻ വഴി അവർ 4 റീ ഇലക്ഷൻ ജയിച്ചെന്നാണ് പറയുന്നത്. റീ ഇലക്ഷൻ എവിടെയാണ് ജയിച്ചത്? അവരുടെ സീറ്റ് അവർ നിലനിർത്തി. ഇപ്പോൾ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തക സീറ്റിൽ തോറ്റു കഴിഞ്ഞാൽ ലീഗിൻ്റെ കുത്തക സീറ്റിൽ അവിടെ പോയി അവർ നിന്ന് ജയിച്ചാൽ അതിലെന്താ കാര്യമായിരിക്കുന്നു? കേരളത്തിൽ UDF കുത്തകമുള്ള ചില മണ്ഡലങ്ങളുണ്ട്, അവിടെയാണ് ബൈ ഇലക്ഷൻ വന്നത്. അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ പിടിച്ച വോട്ട് LDF കുറേ വോട്ട് ഞാനാണ് വികസനം ചെയ്തതെന്ന് പറഞ്ഞ് നിരക്ഷരത കേരളമാണെങ്കിൽ പോലും അതിൽ വിശ്വസിച്ച കുറേ ആളുകളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പറ്റി. അതുകൊണ്ട് UDF ജയിക്കാൻ പറ്റി. വേറെ എത്രയോ മന്ത്രിമാരുണ്ട്. ആശുപത്രികൾ ഉപകരണ സാധനമില്ല. ആശുപത്രി നേരത്തെ പ്രവർത്തിച്ച ആശുപത്രി ഇപ്പോഴുള്ള ആശുപത്രി വീണ ജോർജ് മന്ത്രിയായതിനു ശേഷമുള്ള പ്രവർത്തനം ശൈല ടീച്ചറുടെ ആണെങ്കിലും കേരളത്തിൽ എത്രയോ വലിയ അസുഖങ്ങൾ പിടിപെട്ടിട്ടും അതിലെല്ലാം തരണം ചെയ്തു പോകുന്നു. അതുപോലെ ഈ LDF സർക്കാരിൻ്റെ കാലത്ത് പിണറായി ഇരിക്കുമ്പം പേമാരി ആയാലും പിന്നെ നിപ്പ ആയാലും അതുപോലെയുള്ള പല നിർണായക ഘട്ടങ്ങളെല്ലാം അതിജീവിച്ച് ഇന്ത്യയിൽ തന്നെ എല്ലാത്തിലും ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, എല്ലാ രംഗത്തും. അപ്പോൾ ഇതൊക്കെ ജനം വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഇല്ലേ? ഈ പെൻഷൻ തന്നെ പാവപ്പെട്ടവന് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ ചെറിയ കാര്യമാണ്. ഇപ്പോൾ 2000 രൂപ ആക്കാൻ പോവുക. 62 ലക്ഷം പേർക്ക് 30 ലക്ഷം ആളുകൾക്ക് 600 രൂപ വെച്ച് കൊടുത്തിട്ട് 5 വർഷത്തിൽ 18 മാസം കൊടുക്കാൻ പറ്റാതെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ 600 രൂപ 1000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുകയും തുടർന്ന് 1600 ആക്കി ഇപ്പോൾ ഇതാ അടുത്ത വഴിയിലേക്ക് 2000-ലേക്കാകാൻ പോവുക. ഒരു കുടിശ്ശേ ഉള്ളൂ. ഈ മാസം 30-ാം തീയതിക്കാവും അതും കൊടുക്കാൻ പോവുക. അടുത്ത ഒക്ടോബർ മുതൽ നവംബർ മുതൽ 2000 ആക്കാൻ പോവുക. അപ്പോൾ ഈ ജനം ആർക്കോട്ട് ചെയ്യും? ഇത് വാങ്ങുന്ന ആളുകളില്ലേ? അതുപോലെ ഈ മിച്ചഭൂമി എടുത്ത് കിടപ്പാടമില്ലാത്തവന് കൊടുക്കുമെന്ന് പറഞ്ഞു. എടുത്തു കൊടുത്ത സർക്കാരാണ്. അതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ മരണപ്പെടേണ്ടി വന്നു. എന്നിട്ട് പോലും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കി. അത് പാവപ്പെട്ടവൻ ഇന്നും LDF തന്നെയാണ്. കുത്തക പത്രങ്ങളും മാധ്യമങ്ങളും കുറേ മതാധ്യക്ഷന്മാരും വർഗീയ പ്രചരണം നടത്തുന്നത്. വർഗീയവാദികളായ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, SDP അതുപോലെയുള്ള കക്ഷികളുമായി കൂട്ടുകൂടാൻ പോവുക. ഇവർ BJPയുമായിട്ടും ചില തരത്തിൽ ധാരണയൊക്കെ ആയി. ഈ പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചത് എന്താ? കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്, അല്ലെങ്കിൽ ജയിക്കില്ല. അതുപോലെ പിന്നെ നമ്മുടെ O രാജഗോപാലിന് കൃഷ്ണൻകുട്ടിക്കെതിരെ മത്സരിച്ചു, അന്ന് വോട്ട് മറിച്ചു കൊടുത്തു. O രാജഗോപാലിന് ജയിച്ചു. രണ്ടാമത് കൃഷ്ണൻകുട്ടി അവിടെ മത്സരിച്ചു, സീമ തോറ്റു, കൃഷ്ണൻകുട്ടി അവിടെ ജയിച്ചു. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ LDF അധികാരം ശിവൻകുട്ടി ജയിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ അധികാരം തുറഞ്ഞ തികഞ്ഞ വിശ്വാസക്കാരനാണ് ഞാൻ. 4-5 പത്രം വായിക്കുന്നുണ്ട്, ചാനൽ കേൾക്കുന്നുണ്ട്. ഞാൻ പൊതുരംഗത്ത് സതീശനെക്കുറിച്ച് അഭിപ്രായം അതിനെക്കുറിച്ച് യാതൊന്നുമില്ല. പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നതല്ല, എന്ത് കള്ളത്തരവും വിളിച്ച് പറയുന്നതിന് ഒരു മടിയുമില്ല. അപ്പോൾ ഒരു പത്ര കവറേജ് കിട്ടും. അതിനുവേണ്ടിയുള്ള ഇത് മാത്രമല്ല അത് കണ്ട് ഒരു കാരണങ്ങൾ ശരിയായ രൂപത്തിൽ തെളിയിക്കണം, അല്ലെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യണം. എന്നിട്ട് പത്രങ്ങളിൽ എന്തെങ്കിലും കൊടുത്തിട്ട് നിലനിൽപ്പില്ലാതെ വരുമ്പം ക്ഷമാപണം ചെയ്ത് പിൻവലിക്കുക. അതൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് പറ്റുന്നതാണ്. കേരളത്തിലെ LDF നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 1-2 കേസുകൾ പറ്റിയിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ്മെൻറ്റിൽ അതെല്ലാം. അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറിക്കെതിരായിട്ട് എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവസാനം പിൻവലിക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് LDF സംബന്ധിച്ചിടത്തോളം 100% അധികാരത്തിൽ വരും. ഈ 99 സീറ്റ് വർദ്ധിക്കുമെന്നുള്ള വിശ്വാസക്കാരനാണ്. UDF കൂട്ടത്തുള്ളതിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസ് പല കഷ്ണമായി. അല്ലാതെ ആർക്കാ വോട്ടുള്ള കക്ഷി ആരാ? കേരള കോൺഗ്രസ് പിന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കക്ഷി എവിടെയാണ് ഉള്ളത്? അതുപോലെ അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് കക്ഷികളെല്ലാം എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന NCP എവിടെയാണ് ഉള്ളത്? ഈ LDF സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ CPM 40% വോട്ടുള്ള കക്ഷിയാണ്. CPIയും മാണി കേരള കോൺഗ്രസും വോട്ടുള്ള ശക്തിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കേഡർ പാർട്ടി എന്ന നിലയിൽ CPM നയിക്കുന്ന മുന്നണിക്കാണ് ജനങ്ങളിൽ വിശ്വാസം. ഇവർ പറയുന്നത് ചെയ്യും, അധികാരത്തിൽ വരും, പറഞ്ഞത് ചെയ്യും, പാവപ്പെട്ടവന് ഗുണം കിട്ടും. 5 ലക്ഷത്തോളം ജില്ലുവാനം വീടുകൾ നിർമ്മിച്ചു കൊടുത്തില്ലേ കിടപ്പാടമില്ലാത്തവന്? അതുപോലെ എത്രയോ ഈ വീട് വെക്കുന്നതിന് പരിധികളുണ്ടായിരുന്നു, അതൊക്കെ മാറ്റം വരുത്തി. 5 സെൻറ്റ് 3 സെൻറ്റ് ആറും വരുന്നതിന്
3 അടി തള്ളണം, 6 അടി തള്ളണം, ആ നിയമങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അതൊക്കെ പാവപ്പെട്ടവനെ സംബന്ധിച്ചുള്ള എന്ത് നേട്ടമാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.